നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വേണ്ടപ്പെട്ടതിനൊക്കെ നഷ്ടം വരുമ്പോൾ വളരെ പ്രയാസത്തോടെ ആ നഷ്ടം നികത്താൻ പരിശ്രമിക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതകാലത്തുടനീളം നമ്മുടെ സന്തത സഹചാരിയായി നമ്മുടെ ശരീരത്തിലേക്ക് തന്നിരിക്കുന്ന ഒരു വസ്തുവാണ് റൂഹ് അഥവാ ആത്മാവ് എന്ന് പറയുന്നത്. ഈ ആത്മാവിനെ സംബന്ധിച്ചുള്ള ചർച്ച നമുക്ക് വളരെ കുറവാണ്, അതിനെക്കുറിച്ചുള്ള ചിന്തയും വളരെ കുറവാണ്. എപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി നമ്മുടെ ശരീരത്തിലേക്ക് ആത്മാവിനെ തരുന്നത്? ഉമ്മായുടെ ഉദരത്തിനകത്ത് ആദ്യം ഒരു രക്തക്കട്ടയായി, പിന്നെ ഒരു മാംസക്കട്ടയായി, 4ാമത്തെ മാസം പരിപൂർണതയിലേക്ക് എത്തുമ്പോഴാണ് അല്ലാഹു ജല്ല സുബ്ഹാനഹു വ തആല ആ ഉമ്മായുടെ ഉദരത്തിനകത്ത് കിടക്കുന്ന ശരീരത്തിന് ചലനം കൊടുത്തുകൊണ്ട് അല്ലാഹു റൂഹിനെ ആ ശരീരത്തിലേക്ക് കൊടുക്കുന്നത്. അതുവരെ നമുക്ക് റൂഹില്ല, ആത്മാവില്ല. അതുവരെ ഈ സഹോദരിയുടെ ഗർഭവതിയായ സഹോദരിയുടെ വയറ്റിന്റെ അകത്ത് ചലനം ഇല്ല. 4ാമത്തെ മാസം കഴിയുമ്പോ വലത്തെ കൈകൊണ്ട് ഇങ്ങനെ വയറ്റിന്റെ ഭാഗത്ത് വെച്ചിട്ട് ഭാര്യ ഇങ്ങനെ പറയാറുണ്ട് ഭർത്താവിനോട്, ഇതാ കുഞ്ഞിന്റെ കാലിവിടെ ഇങ്ങനെ അനങ്ങുന്നു, കുഞ്ഞിന്റെ തലതാ ഇവിടെ ഇങ്ങനെ അനങ്ങുന്നു, നിങ്ങളെ പോലെയാണ്, കിടന്ന് ചാടുകയാണ് എന്നൊക്കെ ഓടുകയാണ് എന്നൊക്കെ പറയാറുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു രസമാണ്. അല്ലാതെ ഉസ്താദ് ഇതെന്താ ഉസ്താദ് ഇങ്ങനെ പറയണേ? ഇത് നമ്മുടെ കുടുംബ ജീവിതത്തിന്റെ ഒരു രസമാണ്. അതനുഭവിക്കുന്നവർക്ക് ആ സമയത്തൊരു മാനസികമായ സുഖം നേരിടാറുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധമായ വേദിയിൽ മക്കളില്ലാത്തവരാരെങ്കിലും ഇരുന്ന് സങ്കടപ്പെടുകയാണെങ്കിൽ റഹ്മാനായ പടച്ചതമ്പുരാൻ ഈ പരിശുദ്ധമായ വേദിയിൽ നാം ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്യുന്ന ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് ആരോഗ്യമുള്ള സ്വാലിഹീങ്ങളായ മക്കളെ എല്ലാ തടസ്സങ്ങളും നീക്കി അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. അപ്പോ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു സമയമാണ് ഒരു കുഞ്ഞുണ്ടാകാൻ പോകുന്നു എന്നറിയുമ്പോൾ. ഭാര്യയുടെ ഉദരത്തിനകത്ത് 4ാമത്തെ മാസമാണ് ചലനം നടക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹ് ഓതുന്ന സന്ദർഭമാണത്. അന്നു മുതൽ നമ്മുടെ കൂടെ വന്ന റൂഹ്, നമ്മെ ഉമ്മ പ്രസവിച്ചപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. നാം ഇഴഞ്ഞു നടന്നപ്പോഴും ജനലിന്റെ കമ്പിയിൽ പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നപ്പോഴും പിതാവിന്റെ വിരൽ തുമ്പ് പിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക്, കടയിലേക്ക്, റോഡിലേക്ക്, വീടിന്റെ മുറ്റത്തും ഇങ്ങനെ പിച്ച വെച്ച് നടന്നപ്പോഴും ആ റൂഹ് നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ ആ റൂഹ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് പിരിയാതെ ഇന്നും ഇപ്പോഴും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വളർച്ചയുടെ എല്ലാ ഘട്ടങ്ങളിലും ആ റൂഹ് നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് ഈ ചക്കുവള്ളിയുടെ മക്കാനഗർ എന്ന പരിശുദ്ധമായ വിശാലമായ ഗ്രൗണ്ടിന്റെ മുമ്പിൽ വാല് കേൾക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നത് ആ റൂഹ് കൊണ്ടാണ്. ആ വാല് പറയാൻ വേണ്ടി ഞാനും വന്നത് ആ റൂഹുള്ളത് കൊണ്ടാണ്. ആ റൂഹില്ലെങ്കിൽ നമ്മുടെ പേര് മയ്യിത്തെന്നാണ്. ആ റൂഹ് നമ്മളോട് യാത്ര പറയുന്നത് എപ്പോഴാണ് സഹോദരിമാരെ? ആ റൂഹ് നമ്മളോട് യാത്ര പറയുന്നത് നഫ്സൻ ഇദാ ജാ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു എനിക്കും നിങ്ങൾക്കും നിശ്ചയിച്ചിരിക്കുന്ന ആയുസ്സുണ്ടല്ലോ, ആ ആയുസ്സിന്റെ സമയമെത്തുമ്പോ അബ്ദുൽ അർവാഹ് മലക്ക് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരികയാണ്, നമ്മുടെ റൂഹിനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് നമ്മുടെ 2 കണ്ണുകളിലൂടെ റൂഹ് പുറത്തു പോകുമ്പോ ആ 2 കണ്ണുകളും പുറത്തേക്ക് വന്നുകൊണ്ട് ഇന്ന റൂഹ തബിഉൽ ബസറു, ആ റൂഹ് ഉയർന്നു കൊണ്ടിരിക്കുമ്പോ ആ ഊരിയെടുത്തു കൊണ്ടുപോകുന്ന റൂഹിലേക്ക് നോക്കിയിട്ട് നിന്റെ 2 കണ്ണുകളും പുറത്തേക്ക് വന്നുകൊണ്ട് അത്ഭുതത്തോടെ പുറത്തേക്ക് തള്ളുന്ന പോലെ ഇരിക്കുന്നത് ആ റൂഹ് പിരിഞ്ഞു പോകുന്നത് നോക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ നമ്മുടെ റൂഹ് പിരിഞ്ഞു പോകുമല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ റൂഹ് പിരിയുമ്പോൾ നല്ല മുഅ്മിനീങ്ങളായ മുഖ്ലിസീങ്ങളായ രീതിയിൽ വേണം ആ റൂഹിനെ നാം തിരിച്ചു പടച്ചതമ്പുരാൻ 4ാമത്തെ മാസം ഉമ്മാടെ ഉദരത്തിനകത്ത് വെച്ച് നമുക്ക് തന്ന റൂഹിന് അല്ലാഹുവിന്റെ ഭാഗത്തേക്ക് പടച്ചതമ്പുരാൻ തിരിച്ചു കൊണ്ടുപോകുമ്പോ പത്തരമാറ്റത്തെ ഈമാന്റെ പവറുള്ള ആത്മാവാക്കിയതിനെ മടക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പ്രശ്നമാണ്. അതിനെ മടക്കി കൊടുത്തേ മതിയാകൂ. റൂഹുകൾ 5 വിധമാണ്. ഇന്നൽ അർവാഹ അലാ ഖംസതി അഖ്സാം.
ആത്മാവുകൾ 5 വിധമാണ്. ഇന്ന റൂഹ അലാ ഖംസതി അഖ്സാം, 5 വിധമാണ് റൂഹുകൾ. ഒന്ന് അർവാഹുൽ അംബിയ, അംബിയാക്കന്മാരുടെ റൂഹ്. 2 അർവാഹുൽ ശുഹദാ, രക്തസാക്ഷികളായ ശുഹദാക്കളുടെ റൂഹ്. 3 അർവാഹുൽ മുതീഇന മിനൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നും അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിച്ചവരുടെ റൂഹ്. 4 അർവാഹുൽ ഉസാത്തി മിനൽ മുഅ്മിനീൻ, വിശ്വാസികളിൽ നിന്ന് തെറ്റ് ചെയ്ത് ജീവിച്ചവരുടെ റൂഹ്. 5 അർവാഹുൽ കുഫാർ, സത്യനിഷേധികളുടെ റൂഹ്. ഒന്നാമത്തെ റൂഹ് അർവാഹുൽ അംബിയ, അംബിയാക്കന്മാരുടെ റൂഹ്. അതെന്താണെന്നറിയോ? ഇദാ ഖറജത്ത് മിൻ അജ്സാദിഹാ, അംബിയാ മുർസലീങ്ങളുടെ ശരീരത്തിൽ നിന്ന് ആ റൂഹ് പുറപ്പെട്ടു കഴിഞ്ഞാൽ മിസ്ലുൽ മിസ്കി വൽ കാഫൂർ, കസ്തൂരിയെ പോലെ കർപ്പൂരത്തെ പോലെ സുഗന്ധമാ റൂഹിനുണ്ടാകും. എന്നിട്ടോ അത് സ്വർഗത്തിലാണ്, ഫിൽ ജന്നത്തി, സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിന്റെ ഭക്ഷണം അത് കഴിക്കുന്നതാണ്. ആ സ്വർഗത്തിന്റെ വെള്ളവും അത് കുടിക്കുന്നതാണ്. ആ സ്വർഗത്തിന്റെ സുഖം മുഴുവനും അനുഭവിക്കുന്നതാണ്. അംബിയാ മുർസലീങ്ങളുടെ റൂഹ് അവരുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാൽ നേരെ അല്ലാഹു ഡയറക്റ്റ് അതിനെ സ്വർഗത്തിൽ കൊണ്ടുപോകും. ശരീരം ദുനിയാവിലാണെങ്കിൽ, ഭൂമിക്ക് താഴെയാണെങ്കിൽ അവരുടെ ആത്മാവ് സ്വർഗത്തിൽ കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം അല്ലാഹു സ്വർഗത്തിൻ്റെത് കൊടുക്കുന്നു, വെള്ളം സ്വർഗത്തിൻ്റെത് കൊടുക്കുന്നു. സ്വർഗത്തിന്റെ എല്ലാ സുഖങ്ങളും ആ അംബിയാ മുർസലീങ്ങളുടെ റൂഹ് ആസ്വദിക്കുന്നതാണ്. ഇവര് സാധാരണക്കാരാണോ? അംബിയാ മുർസലീങ്ങളുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് പുറം കാലുകൊണ്ട് വലിച്ചെറിയുന്ന സമുദായത്തിന്റെ പിന്തിരിപ്പൻ ആശയങ്ങളെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്ന എന്റെ സഹോദരങ്ങൾ പഠിച്ചോ? അംബിയാ മുർസലീങ്ങൾ മുഴുവൻ പേരുടെയും റൂഹ്, മുഴുവൻ അംബിയാ മുർസലീങ്ങളുടെയും റൂഹ് തകൂനു ഫിൽ ജന്നത്തി, അത് സ്വർഗ്ഗത്തിലാണ്. അവിടത്തെ ഭക്ഷണം കഴിക്കുന്നു, വെള്ളം കുടിക്കുന്നു, സുഖം അനുഭവിക്കുന്നു. പിന്നെ ഹബീബായ നബി തങ്ങളുടെ റൂഹിനെ കുറിച്ച് പിന്നെ പറയാനുണ്ടോ? അംബിയാ മുർസലീങ്ങൾ 25 ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരുടെ പേര് പഠിക്കൽ ഈ സമുദായത്തിന് നിർബന്ധമാണ്. നിങ്ങളിപ്പോ പല സഹോദരിമാരും ചിന്തിക്കും, അപ്പൊ ഖുർആനിനകത്ത് മുഹമ്മദ് നബിയെ കുറിച്ച് മാത്രമല്ലേ ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്? 25 പ്രവാചകന്മാരെ ഖുർആനിൽ പേരെടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകന്മാരെ കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്. എന്റെ സഹോദരങ്ങൾക്ക് എത്ര പേർക്കറിയാം? ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഈ ലോകകപ്പിന് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന ക്രിക്കറ്റ് താരങ്ങളുടെ പേര് ചോദിച്ചാൽ ആവേശത്തോടെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു തരാൻ മനസ്സുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട്, അതുപോലെ സിനിമാ ലോകത്തെ കുറിച്ച്, സീരിയലിനെ കുറിച്ച്, ആൽബത്തെ കുറിച്ച്, ലോകത്തും ഉള്ള മുഴുവൻ തെമ്മാടികളെ കുറിച്ചും ധിക്കാരികളെ കുറിച്ചും ചോദിച്ചാൽ അവരുടെ ചരിത്രം മുഴുവനും പറഞ്ഞു തരാൻ ധൈര്യം കാണിക്കുന്ന ഈ സമുദായത്തിന്റെ സഹോദരങ്ങൾക്ക് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന 25 പ്രവാചകന്മാരുടെ പേര് ചോദിച്ചാൽ എന്റെ പ്രിയപ്പെട്ടവരെ പറയാൻ മനസ്സ് വരുന്നില്ല. സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം, എന്റെ ഈ പ്രിയപ്പെട്ട സഹോദരിമാരോട് ചോദിച്ചാൽ അറിയാം, കാവ്യാമാധവന്റെ കല്യാണം എന്തുകൊണ്ട് നഷ്ടമായി പോയി എന്ന് ചോദിച്ചു. ഇപ്പൊ പറഞ്ഞു തരും. അവൾ അഹങ്കാരം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം, ഈ ലോകത്തെ കുറിച്ച് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം, ആരും ചർച്ച ചെയ്തിട്ടില്ലാത്ത, നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരുപാട് സംഭവങ്ങളെ കുറിച്ച് എന്റെ സഹോദരിമാർക്കറിയാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള 25 പ്രവാചകന്മാരുടെ പേര് എന്റെ സഹോദരിമാർക്കറിയോ? പണ്ടുള്ള ഉപ്പമാരുണ്ടല്ലോ, ആദം, ഇദ്രീസ്, നൂഹ്, ഹൂദ്, നബി സാലിഹ്, ലൂത്ത്, ഇബ്രാഹിം, സന്തതികൾ ഇസ്മായിലും ഇസ്ഹാഖും യാക്കൂബ്, ജണ്ടും അതിമുകളെങ്കും പവിഴം പോലടകിനും അരസനം തിരി യൂസുഫ്, അണികളിൽ വിലസിടിൻ നബി അയ്യൂബ്, ശുഐബും സുലൈമാനും ആറു നബിയും, മൂസ, ഹൂദും, യസബും, യാസൂബ്, യൂനുസുമേ, സക്കരിയ, ദാവൂദും, യഹ്യ, ഈസ, മുഹമ്മദ് നബിയുല്ലാഹ്, താജുൽ അംബിയ സല്ലല്ലാഹ്. 25 ഖുർആനിൽ പറയപ്പെട്ട 25 പ്രവാചകന്മാരുടെ പേര് പദ്യത്തിലൂടെ ഗദ്യത്തിലൂടെ മനപ്പാഠമാക്കി വെച്ചിരുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, ഇന്ന് പട്ടുറുമാരിന്റെ മുമ്പ് കമിഴ്ന്ന് കിടന്ന് മെസ്സേജ് അയക്കാനല്ല,
മാത്രമല്ലാതെ അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ലോകത്തേക്ക് പറഞ്ഞു വിട്ട പ്രവാചകന്മാരുടെ ചരിത്രത്തെ കുറിച്ചോ പഠിക്കാൻ എന്റെ സഹോദരങ്ങൾക്ക് നേരമുണ്ടോ? ഈ പ്രവാചകന്മാരുടെ റൂഹ് എവിടെയാണ്? ആ പ്രവാചകന്മാരുടെ റൂഹ് സ്വർഗത്തിലാണ്.